ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെതാ നമ്മുടെ തമ്പിയും അപർണയും ഒക്കെ ആഗ്രഹിച്ച കാര്യം അത് സാധിച്ചെടുക്കുകയാണ്. അപ്പം ഇവിടെ നമ്മുടെ അജയെ കാണാത്തത് കൊണ്ട് തന്നെ അളകാപുരി തറവാട്ടിലെ എല്ലാരും ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പം ജാനകിയും അതുപോലെ തന്നെ നമ്മുടെ അഭിയെ പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ അജയെ കണ്ടെത്തണമെന്നും അതിന്റെയൊക്കെ ഒരു ബാക്കി പത്രമായിട്ട് നമ്മുടെ നിരഞ്ജനയുടെ അടുത്ത് ചെന്നിട്ട് ജാനകി ആ ഒരു ഉറപ്പും കൊടുത്തു. ഈ ഒരു ഉറപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിരഞ്ജന നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം നമ്മുടെ അപർണയെ കണ്ട നിരഞ്ജന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതെ, അജയ് വരികയും ചെയ്യും, ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും. ദേ, നീ ആഗ്രഹിച്ചത് ഈ വിവാഹം മുടങ്ങി പോകണമെന്നും നീ അന്ന് കരഞ്ഞതുപോലെ കരയണമെന്നും ഒക്കെ അല്ലേ. എന്തായാലും ജാനിയേട്ടത്തി പറഞ്ഞാല് എനിക്കത് വിശ്വാസമാണെന്നും പറഞ്ഞ് നമ്മുടെ അപർണയുടെ മുഖത്ത് നോക്കി നിരഞ്ജന 2-3 ഡയലോഗ് അടിക്കുക. അപർണയാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ജാനകി എവിടെ നിന്ന് കൊണ്ടുവരാനാ? അജയെ കടത്തിക്കൊണ്ടുപോയത് എന്റെ അച്ഛനാണ്. അപ്പം അതുകൊണ്ട് എന്തായാലും ഇനി അജയ് മടങ്ങി വരാനൊന്നും പോകുന്നില്ല. ഈ മുഹൂർത്തം അവസാനിക്കുകയുള്ളൂ. ഇന്ന് ഈ കല്യാണം മുടങ്ങി പോകുമെന്ന് വിചാരിച്ച് നല്ല കോൺഫിഡൻസോട് കൂടി നിൽക്കുക നമ്മുടെ അപർണ. അങ്ങനെ ഇവര് നിൽക്കുന്ന സമയത്താണെങ്കിലും അങ്ങോട്ടേക്ക് നമ്മുടെ അജയെ കൂട്ടിക്കൊണ്ട് അഭിയും അതുപോലെ തന്നെ അമലും സൂര്യനാരായണനും ഒക്കെ വരികയാണ്. അപ്പം അജയെ കണ്ട പാടെ തന്നെ തമ്പിയുടെ കരണക്കുറ്റിക്ക് അടി വീണ പോലെ തമ്പി ഇങ്ങനെ കരണം പൊത്തി നിൽക്കുക. ദൈവമേ, ഇത് എന്തേ സംഭവിച്ചത്? അവന്മാരോട് ഞാൻ പ്രത്യേകം ഇവനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാണല്ലോ. എന്നിട്ട് ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാല് മര്യാദക്ക് ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഗുണ്ടകളെയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ അപർണ ഈ കാഴ്ച കാണുന്നത്. ഈ വരുന്നത് ഇത് അജയാണല്ലോ. അജയ് ഇങ്ങനെ രക്ഷപ്പെട്ടു. അച്ഛനെ ഒന്ന് രൂക്ഷമായി നോക്കിയതിന് ശേഷം അപർണ ദേഷ്യത്തോടു കൂടി മണ്ഡപത്തിന് അങ്ങോട്ട് പോവാണ്. അപ്പൊ അജയ് കണ്ട സന്തോഷത്തില് ജാനകി ഓടിച്ചെന്നു. അജയ്, നീ എവിടെയായിരുന്നു? ഒന്നും പറയണ്ടേ ഏട്ടത്തി? എല്ലാം പറയാം. ഇപ്പൊ എന്തായാലും മുഹൂർത്തത്തിന് അധികം സമയമില്ലല്ലോ, വിവാഹം നടക്കട്ടെ എന്ന് സൂര്യനാരായണൻ പറയാണ്. ഉണ്ണിത്താനാണെങ്കിലോ, എടാ ഈ സമയത്താണോ എവിടെയെങ്കിലും ഒക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്? ഞാനും എന്റെ മകളും ഒക്കെ എത്രമാത്രം തീ തിന്നെന്ന് നീ അറിഞ്ഞോന്ന് ചോദിക്കുക. ഇനിയിപ്പൊ സംസാരിക്കണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ വിവാഹത്തിന് ശേഷം പറയാം. ശരണാണ് തട്ടിക്കൊണ്ടു പോയതെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് എന്തായാലും നന്നായെന്നും പറഞ്ഞ് ഉണ്ണിത്താൻ തന്നെ ഭാവി മരുമകനായിട്ടുള്ള അജയും കൂട്ടിയിട്ട് ആ മണ്ഡപത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ അവനെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. അതിനുശേഷമാണെങ്കിലോ നിരഞ്ജനയുടെ അടുത്ത് നമ്മുടെ ജാനകി ചെന്നു. ജാനകി ചെന്നിട്ട് പറഞ്ഞു, ദേ ജാനിയേട്ടത്തി നിനക്കൊരു വാക്ക് തന്നില്ലേ, അത് പാലിച്ചിരിക്കുകയാണ് കേട്ടോ. നിന്റെ അജയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിയാണ് ജാനിയേട്ടത്തി, ഏട്ടത്തി പറഞ്ഞപ്പം എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്കിപ്പോ സന്തോഷമായി, ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകിയെ കെട്ടിപ്പിടിച്ച് ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് നിരഞ്ജന. അങ്ങനെ അവളുടെ വിവാഹത്തിന്റെ ആ ഒരു ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അപർണയാണെങ്കിൽ കലി പൂണ്ട് നിൽക്കുക. എന്നിട്ട് തമ്പിയെ കണ്ണു കാണിച്ച് അപ്പുറം മാറി നിന്ന് കാര്യങ്ങളൊക്കെ തിരക്കുക. അച്ഛനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇത്രയും സമാധാനമായിട്ട് നിന്നത്. എന്നിട്ട് അച്ഛനിപ്പൊ എന്താ കാണിച്ചു കൂട്ടിയത്? അജയ് ഒളിപ്പിക്കാൻ പോലും അച്ഛനെ കൊണ്ട് പറ്റിയില്ലല്ലോ. എന്നിട്ട് ആ ജാനകി ഇവിടെയും ജയിച്ചിരിക്കുക. എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ആ നിരഞ്ജനയുടെ കണ്ണുനീര് കാണാന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ എങ്ങനെയാ അച്ഛനെ വിശ്വസിക്കുക? അച്ഛനെ വിശ്വസിച്ച് ഒരു പണി ഏൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ അവളുടെ ദേഷ്യം മൊത്തം പ്രകടിപ്പിക്കുക. ഈ സമയമാണെങ്കിലോ തമ്പി പറഞ്ഞു, എന്റെ പൊന്നു മോളെ, അച്ഛൻ ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ പണി ഏൽപ്പിച്ച അവന്മാര് മര്യാദക്ക് പണി ചെയ്തില്ല, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്. ഇനി എന്തായാലും ഒന്നും അറിയാത്തവരെ പോലെ ഈ കല്യാണം അങ്ങ് കൂടുക, അത് മാത്രമേ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവര് സംസാരിച്ചു കഴിഞ്ഞു. പിന്നീടാണെങ്കിൽ അവിടെ നമ്മുടെ സൂര്യനാരായണനും അതുപോലെ തന്നെ ഉണ്ണിത്താനും ഒക്കെ കൂടി വധുവിനെയും വരനെയും ഒക്കെ ആ കതിർമണ്ഡപത്തിൽ പിടിച്ചിരുത്തി. അതിനുശേഷം ആ ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ്. അജയോട് നമ്മുടെ നിരഞ്ജന ചോദിച്ചു, നീ എവിടെയായിരുന്നു? നീ എത്രമാത്രം എന്നെ ടെൻഷൻ അടിപ്പിച്ചു? എല്ലാം ഞാൻ പറയാൻ നിന്നോടൊന്നും പറഞ്ഞ് അവൻ അവിടെ മിണ്ടാതെ അങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുക. എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മുടെ അജയുടെ മനസ്സിലൂടെ മിന്നി മറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു മുഹൂർത്തം വന്നു. നമ്മുടെ നിരഞ്ജനയുടെ കഴുത്തില് അജയ് താലി ചാർത്തി. എല്ലാരും വളരെ സന്തോഷത്തോടു കൂടി അവരെ അനുഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ തമ്പി പറഞ്ഞതുപോലെ അപർണയാണെങ്കിൽ ചെറിയൊരു പുഞ്ചിരി ഇങ്ങനെ മുഖത്ത് വരുത്തി തീർത്തിട്ട് ഉള്ളില് ഇവര് നശിച്ചു പോണേന്ന് വിചാരിച്ചുകൊണ്ട് ആ പുഷ്പമൊക്കെ ഇവരുടെ തലയിലേക്ക് എറിയാണ്. പിന്നീടാണെങ്കിൽ
കല്യാണ ശേഷം എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ അളകാപുരി തറവാട്ടിലേക്ക് പോരുകയാണ്. അപ്പം അവിടെ വന്നതും നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങ് ചെയ്യാനായിട്ട് പ്രഭ നിലവിളക്കും പിടിച്ചുകൊണ്ട് വരികയാണ്. എന്തേലും ആവട്ടെ, മനുഷ്യൻ ഒരുപാട് തീ തീറ്റിച്ചെങ്കിലും ഇവരുടെ വിവാഹം നടന്നല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് പ്രഭയുടെ മുഖത്തുള്ളത്. എന്നാ നമ്മുടെ നിരഞ്ജന അവിടെ വെച്ച് അവളുടെ ഒരു തീരുമാനം അറിയിക്കുക. അതെ അമ്മ, എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഈ നിലവിളക്ക് ജാനിയേട്ടത്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന എന്റെ ആഗ്രഹം. ഇത് കേൾക്കുമ്പോ ശരിക്കും അവിടെയുള്ള എല്ലാവർക്കും തന്നെ സന്തോഷമായി. നമ്മുടെ മുത്തശ്ശിക്കും അതുപോലെ അപർണയ്ക്കും മാത്രമാണ് അത് തീരെ അങ്ങ് ദഹിക്കാഞ്ഞത്. അങ്ങനെ ജാനകിയുടെ കയ്യിൽ കൊടുക്കണോന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മുത്തശ്ശി ചോദിച്ചു, അതെന്താ മോളെ ജാനകിയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞത്? മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ജാനകിയേട്ടത്തി കാരണമാണ് എനിക്ക് എന്റെ അജയെ കിട്ടിയത്. അപ്പം ആ സന്തോഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ജാനകിയേട്ടത്തിയുടെ കയ്യിൽ നിന്ന് തന്നെ നിലവിളക്ക് വാങ്ങിച്ചിട്ട് ഈ അളകാപുരി തറവാട്ടിലെ മരുമകളായിട്ട് അത് വലത് കാലെടുത്ത് വെച്ച് കയറണമെന്നും പറഞ്ഞു. അപ്പം ഇവള് അങ്ങനെ വലത് കാലെടുത്ത് വെച്ച് അളകാപുരി തറവാട്ടിലേക്ക് കയറുന്ന സമയം അപർണയുടെ ചങ്കങ്ങ് ഇടിക്കാൻ തുടങ്ങി. ഈശ്വര, ശത്രുപക്ഷത്തിന് ജാനകിക്ക് ഒപ്പം കൂടാനായിട്ട് ഒരുത്തി കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. എന്തായാലും ഇനി അളകാപുരി കലക്കി മറിക്കാനായിട്ട് ഇവള് എന്തെങ്കിലും ചില പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഒരുക്കും. ഇപ്പം അപർണയാണെങ്കിൽ നമ്മുടെ നിരഞ്ജനയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് സംസാരിക്കുകയും ചെയ്തത് കൊണ്ട് നമ്മുടെ അപർണയ്ക്ക് നല്ല പേടിയുണ്ട് ഇത് എന്തായി തീരുമെന്ന്. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ നമ്മുടെ ശരണാണെങ്കിൽ കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ്. ഈ അജയ് എന്ന് പറയുന്ന ആ കള്ളന് എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുന്നില് മര്യാദ പഠിപ്പിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് അവൻ ഇറങ്ങി തിരിക്കുന്നതും നമ്മുടെ അമൃതയുമായിട്ടുള്ള പിണക്കം തീർക്കാനൊക്കെ ശ്രമിക്കുന്നതും ഒക്കെയാണ് വിശേഷത്തിലുള്ളത്. എന്തായാലും ബാക്കിയൊക്കെ കാത്തിരുന്ന് കാണാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു.